അപ്പൊ ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. രാവിലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ സീരിയല് കണ്ടിട്ട് വന്നിരിക്കുക. ഉറക്കവും കളഞ്ഞ് ക്രിസ്മസ് ആയിട്ട് അവധിയായിട്ട് ഉറക്കവും കളഞ്ഞ് രാവിലെ 10 മണിക്ക് ലാലേട്ടന്റെ വൃഷഭ കാണാൻ വേണ്ടി ഒന്നാണ്. പാൻ ഇന്ത്യൻ മൂവി. 2 മണിക്കൂറേ ഉള്ളു പടം. 2 മണിക്കൂർ 5 മിനിറ്റ് സംതിങ് പടം ഉള്ളു. പക്ഷെ ആ 2 മണിക്കൂർ തീർക്കാൻ പറ്റ പാട്. എനിക്കൊരു 10 മണിക്കൂർ കഴിഞ്ഞു. ഒരു റിക്ലൈനർ സീറ്റ് കൂടെ എടുക്കുവാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. അത് ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ സങ്കടമുണ്ട്. പക്ഷെ ഈ പടത്തിൽ പുള്ളി മാത്രമേ കൊള്ളാവുള്ളൂ. പക്ഷെ എന്നാലും ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോ വരുന്ന ഡയലോഗ്സ് ഒക്കെ ക്രിഞ്ചെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലത്തെ ക്ലീശ സാധനങ്ങള്. പിന്നെ ലാലേട്ടന്റെ മോനായിട്ട് അഭിനയിക്കുന്ന ഒരുത്തനുണ്ട്. അയ്യോ, അവനെ ഈ സിനിമയിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് പടം കുറച്ചുകൂടെ നന്നായിരുന്നു. ഫുൾ സിനിമ ഫുൾ ഒറ്റ എക്സ്പ്രഷൻ. ഈ ഒരു സാധനം തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. അല്ല നിങ്ങൾ കാണത്തില്ല. ഫോണിലൊന്നും കണ്ടിരിക്കാൻ പറ്റിയ അവസ്ഥയല്ലേ ഈ പടം. അയ്യോ, സംഭവം നിങ്ങൾ ട്രെയിലറൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പുനർജന്മ സംഭവമാണ് സിനിമ. അപ്പം ഈ പുനർജന്മം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മള് പ്രസന്റ് ടൈം കാണിക്കുമല്ലോ, അതിനകത്താണ് ഈ മോനെ മൊത്തം കാണിക്കുന്നത്. അയ്യോ, ആ സംഭവം ഒന്നും കണ്ടിരിക്കാനേ പറ്റത്തില്ല. പിന്നെയും ആ പഴയ കാലഘട്ടം കാണിക്കും, പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എങ്കിലും എനിക്ക് രണ്ട് സിനിമ പ്രസന്റ് ടൈം കണ്ടിരിക്കാനേ പറ്റത്തില്ല. അത്രയും ശോകം. അയ്യോ, ഒരു രക്ഷയില്ല. ആ ചെറുക്കനും ഇതെങ്ങനെയാണ് സംഭവം, ലാലേട്ടൻ ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കും പുനർജന്മത്തിന്റെ. അപ്പം അത് എന്താണ് സംഭവം എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി മോനും പിന്നെ അതിൻ്റെ ഒരു പെങ്കൊച്ചും വരും. ഇത് രണ്ടുപേരോടെ പോകുന്നൊരു സംഭവമാണ്. കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം അത് തന്നെ. 1 മണിക്കൂർ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഉള്ളൂ. പക്ഷെ അതുപോലെ കണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. ഒരു രക്ഷയില്ല. അയ്യോ, രാവിലെ തന്നെ ക്രിസ്മസ് ആയിട്ട് വന്ന് ലാലേട്ടന്റെ പടം ആകുമ്പോൾ ഫസ്റ്റ് ദിവസം കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് മാത്രം വന്നത്. പക്ഷെ എങ്കിലും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചെറിയൊരു പ്രതീക്ഷ, വലിയ പ്രതീക്ഷ ഒന്നുമില്ല. എങ്കിലും പക്ഷെ മോശം പറയാം, പുള്ളി കൊള്ളാം. സത്യം പറയില്ല, പുള്ളി ഈ സിനിമയില് പുള്ളി മാത്രമേ കൊള്ളാവുള്ളൂ, വേറൊന്നും ഇല്ല. പക്ഷെ ഈ മലയാളം തെലുങ്ക് പടമായതുകൊണ്ട് തന്നെ ഡയലോഗ്സ് ഡബ് ചെയ്തേക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിലും ലാലേട്ടന്റെ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ പിന്നെയും കൊള്ളാന്ന്. പക്ഷെ എന്നാലും ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഡയലോഗ്സ് രക്ഷയില്ല. അപ്പൊ നമുക്ക് കണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊന്ന് തിയേറ്ററിൽ പിന്നെ അനക്കവേ ഇല്ലായിരുന്നു. കുറെ അപ്പച്ചന്മാര് വരൊക്കെ ചുമ്മാ രാവിലെ സമയം കളയാൻ വേണ്ടി കയറി വന്നിട്ടുള്ളൂ. അല്ലാതെ ഈ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു വരുന്ന ആൾക്കാർ വളരെ ചുരുക്കം പേര്. അല്ലെങ്കിൽ ലാലേട്ടന്റെ അത്രയും ഫാൻസ് ആയിട്ടുള്ളവർ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അത് ഞങ്ങളെപ്പോഴും. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട്. ഈ പഴയ മറ്റേ ഈ മോന്റെയും ലാലേട്ടനെ കുറച്ച് സംഭവങ്ങളൊക്കെ പണി വെച്ചിട്ടുണ്ട്. അയ്യോ, VFX പിന്നെ ഈ ഒരു രക്ഷയിൽ സഹിച്ചിരിക്കാനേ പറ്റത്തില്ല. അയ്യോ, മോനും ലാലേട്ടനോട് പഴയ ഈ ചെറുക്കൻ തീരെ പ്രായമില്ലാത്ത സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ മൊത്തം വെച്ച് ചെയ്തേക്കുന്നത്. ഈ വർഷം 3 ഹിറ്റ് 3 ബ്ലോക്ക് ബസ്റ്റർ കൊടുത്ത ആളാണ് ഈ വർഷാവസാനം കൊണ്ട് ഇങ്ങനെ കലോടച്ചത്. സത്യം വളരെ സങ്കടം പറയുന്നോട്ടൊരു. പുള്ളി മോശമാണല്ലോ, പക്ഷെ പുള്ളി എടുത്ത ഈ സിനിമ പക്ഷെ അത് കണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അതാണ് സങ്കടം. ഈ വർഷം തുടക്കം എത്ര എമ്പുരാൻ, തുടരും, പിന്നെ നമ്മുടെ ഹൃദയപൂർവ്വം, അത് കഴിഞ്ഞ അവസാനം ഈ പടം കൊണ്ട് ഉടച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ BGM ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടെന്നേ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് വലിയ അരോചക ഫീലിംഗ് ഒന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് BGM വന്നിട്ട് പോകുന്നല്ലാതെ വലിയ അരോചകമായ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് സിനിമ നമ്മുടെ OTT-യിലൊക്കെ വന്നു കഴിയുമ്പോൾ കുറെ നമുക്ക് പരസ്യത്തിന്റെ ഒക്കെ സംഭവങ്ങൾ കുറെ ഉണ്ട്. ഈ കുറെ പരസ്യം എടുത്തു വെച്ച് ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ കുറെ മൊത്തം പരസ്യം പോലെ തോന്നി. സത്യം പറയാലോ, ഈ ലാലേട്ടനും മോനും കൂടെ ഉള്ള ജോയിനിങ് ആയിട്ടുള്ള ഒരു കുറെ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തം പരസ്യം എന്ന് പറഞ്ഞാൽ പക്കാ പരസ്യമായിട്ട് തോന്നി. ഭയങ്കര ശോകമായിരുന്നു സത്യം പറയാലോ. സെക്കൻഡ് ഹാഫ് പിന്നെ ഈ നമ്മൾ ഈ പീരിയോഡിക് ടൈമിലോട്ട് പിന്നെയും പോകുന്നത്. അത് പിന്നെയും കുഴപ്പമില്ല ഈ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ. എന്ന് വെച്ചാൽ നല്ലതെന്നല്ലേ പറഞ്ഞത്. ഇതാണ് സിനിമയുടെ അവസ്ഥ. ഡയറക്ഷൻ കൊള്ളില്ല, മ്യൂസിക് കൊള്ളില്ല. മ്യൂസിക് ഇടയ്ക്ക് ഈ ഫൈറ്റ് സംഭവമൊക്കെ വരുമ്പോൾ തുടക്കം എനിക്കൊന്ന് ഒന്നാമത് ഞങ്ങൾ താമസിച്ചു തിയേറ്ററിൽ കയറി 5 മിനിറ്റ് താമസിച്ചു. 5-10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് സംതിങ് താമസിച്ചു. അപ്പോൾ നല്ല ലാലേട്ടൻ്റെ എൻട്രി ഒന്നും ആയില്ലായിരുന്നു. പക്ഷെ ആ ഒരു പീരിയോഡിക് ടൈമിൽ ഒരു ചെറിയൊരു BGM അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ മോശമാക്കിയിട്ടില്ല, അത്ര പറയുള്ളൂ. വലിയ സംഭവം എന്ന് പറയാനില്ല, പുള്ളിക്ക് ചെയ്യാനും വേണ്ടി കാര്യങ്ങളും ഇല്ല. മോശമാക്കിയിട്ടില്ല. ബാക്കി എല്ലാവരും മോശം. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കനാണ്, അവൻ ഒറ്റ ആരാ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അറിയില്ല, കണ്ടിട്ടില്ല. ഭയങ്കര ശോകമാണ്.
പടത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിന്റെ റൺ ടൈം ആണ്. അതെ 2 മണിക്കൂറേ ഉള്ളൂ. അത് നമുക്കൊരു 5 മണിക്കൂറായിട്ട് ഫീൽ ചെയ്യും. 2 മണിക്കൂർ എന്തായാലും വെട്ടിച്ചെടുക്കിയത്. സെക്കൻഡ് പാർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭാഗ്യം കൊണ്ട്. ഞങ്ങൾ ഓർത്ത് 2 മണിക്കൂർ ഈ അവസാനത്തോട്ട് വന്നപ്പോൾ ഞങ്ങൾ തീരത്തില്ല, ഈ സെക്കൻഡ് പാർട്ടിലോട്ട് വിടുവായിരിക്കും ഓർത്ത്. പക്ഷെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പോസിറ്റീവ് നെഗറ്റീവ് പറയാനൊന്നുമില്ല, മൊത്തം നെഗറ്റീവ് ഉള്ളു സത്യം. അതുകൊണ്ട് ആ പോസിറ്റീവ് നെഗറ്റീവ് എടുത്ത് പറയാം. ഭയങ്കര ഷോ ആയിരുന്നു, ഭയങ്കര ഷോ. സിനിമാറ്റോഗ്രഫി കൊള്ളില്ല, നമ്മുടെ നമുക്കതൊരു കണ്ടിന്യൂവേഷൻ ഫീൽ ചെയ്യത്തില്ല, ഒരു രസവും ഇല്ല കാണാൻ. ഡയറക്ഷൻ ഭയങ്കര മോശം. ഞാൻ എനിക്ക് വലിയ സംഭവം, നമ്മൾ സ്ഥിരം സിനിമ കാണാറുണ്ട്, അതുകൊണ്ട് വെച്ച് പറഞ്ഞാണ്. അല്ലാതെ നമ്മൾ വലിയ സിനിമാറ്റോഗ്രഫിയോ അല്ലെങ്കിൽ ഡയറക്ഷനോ ഒന്നും അറിയാവുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷെ കൊള്ളില്ല പടം സത്യം പറയാൻ. അത് ഇത്രയും ലാലേട്ടന്റെ ഫാനായി ഞാനത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ചിന്തിക്കാം. അത്രേ ഉള്ളൂ. എല്ലാ ലാലേട്ടൻ്റെ പടവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന മോസ്റ്റ്ലി മിക്ക പടം, അല്ലെങ്കിൽ സെക്കൻഡ് ഷോയ്ക്കായാലും പോകും ഫസ്റ്റ് ദിവസം തന്നെ. അപ്പൊ ആ ഒരാൾ അങ്ങനെ അത്രയും ഫാനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി. ലാലേട്ടൻ നല്ല എന്ന് പറഞ്ഞാൽ പുള്ളി മോശമാക്കിയിട്ടില്ല. നോർമലി ഇതുപോലത്തെ പടത്തിലല്ലേ ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ നമുക്ക് പിന്നെ ഇടയ്ക്ക് നമുക്ക് നെയ്യാറ്റിൻകര ഗോപിനെ കാണാൻ പറ്റും ഇടയ്ക്ക് ഇന്റർവൽ സമയമാകുമ്പോൾ. അതൊക്കെ കൊള്ളാം. പിന്നെ നമ്മുടെ ഗരുഡ വരുന്നുണ്ട്. ഗരുഡ അവസാനം വന്ന് ചുമ്മാ വന്ന് അടി മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവസാനം വന്ന് അടി മേടിച്ചിട്ട് പോകുന്നുണ്ട്. പക്ക അതേ ഡ്രസ്സ്, അതേ കളർ ഗ്രേഡിങ്, അതൊക്കെ പക്ക നെയ്യാറ്റിൻകര ഗോപം വരുന്നുണ്ട്. കുറെ ഫൈറ്റ് മറ്റേ എടുത്ത് അടിക്കുന്നത് ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെ. മറ്റേ ആറാട്ടിന്റെ ട്രെയിലർ ഉണ്ടാക്കുന്ന മനസ്സിലായി, അതേ കുറെ ഷോർട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്ത. അയ്യോ, കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അത്രയും ലാലേട്ടൻ്റെ അത്രയും വലിയ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് അറിയിക്കുക.